ഉണ്ടല്ലോ ഇപ്പോൾ മിസോറാമിലെ റേക്ക് എന്ന് പറഞ്ഞ വില്ലേജിലാണ്. നല്ലൊരു മഴ കഴിഞ്ഞുള്ള പ്രഭാതത്തിന് കുളിർമ ഒന്നുകൂടി കൂടുതലായിരിക്കും. തലേ ദിവസത്തെ ശക്തമായ കാറ്റും മഴയ്ക്ക് ശേഷം എങ്ങനെയോ രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 4:50 ആകുമ്പം തന്നെ നമ്മളെ ഏൽപ്പിച്ച ക്യാബ് ഡ്രൈവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഒരു സൈഡിലോട്ട് ടാക്സിയിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി 300 രൂപയാണ് കൊടുക്കണ്ടേ. റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 600 രൂപ. അത് ഓൾറെഡി തലേ ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിലെത്തി പുള്ളി എന്നെ അവിടെ ഇറക്കി വിട്ടു. വിജനമായൊരു പ്രദേശം, ഞാൻ മാത്രം. ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ 3 പേര് ഓൾറെഡി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ അങ്ങനെ അങ്ങ് നടന്നു. വല്ല കാട്ടുമൃഗങ്ങളും വരുമെന്നൊക്കെ ഇടയ്ക്കൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഫസ്റ്റ് ഒരു പോയിൻ്റ് എത്തിയത് ഈ മരത്തിൻ്റെ അവിടെയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിയാൻ പറ്റും. അങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചൊരു ആൻസർ കിട്ടാത്തതുകൊണ്ട് കുറേ നേരം അവിടെ തന്നെ നിന്നു. ഇനി റൈറ്റിക്ക് പോകാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ലെഫ്റ്റിൽ നിന്ന് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നത്. എന്നാൽ പിന്നെ ലെഫ്റ്റിൽ പോയി നോക്കുക, അവിടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് അങ്ങനെ മുകളിലോട്ട് അങ്ങനെ നടന്നു. അവിടെ എത്താറായപ്പം കേട്ടതൊരു മലയാളം പാട്ട്. മനസ്സിലായി അത് മലയാളികളാണ്. ഏത് ട്രാവൽ ചെയ്യുമ്പോഴും ഇപ്പോൾ എവിടെന്തെങ്കിലും ഒരാളെങ്കിലും മലയാളികളെ കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ എന്നെപ്പോലെ ഇന്നലെ ടെൻറ്റ് സ്റ്റേ പ്ലാൻ ഉള്ളവരായിരുന്നു. മഴ കാരണം എല്ലാം ക്യാൻസൽ ചെയ്തു. അവരും കുറച്ച് മുന്നെയാണ് എത്തിയത്. പിന്നെ അവിടെ എക്സ്പ്ലോർ ചെയ്തതെല്ലാം അവരുടെ കൂടെ ആയിരുന്നു. കുറേ നേരം അവിടെ നിന്നു. ഇന്നാണെങ്കിൽ നല്ല മൂടലുള്ള ദിവസമായിരുന്നു. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ ഒളിക്കുന്നു, പിന്നെയും പുറത്തു വരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് മെല്ലെ താഴത്തോട്ട് വന്നു. ഈ റീക്ക് കാണാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ടൈമിലാണ്. കൊളകുമലയിൽ ഈ മേഘങ്ങളെ തൊടാൻ പറ്റുന്നത് പോലെ ഇവിടെ വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റും. റീക്ക് എന്ന് പറയുന്നത് മിസോറാമിൻ്റെ ഹേർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ സൺറൈസ് എല്ലാം കാണാൻ. ഇന്ന് വെതർ ഇങ്ങനെ ആയതുകൊണ്ടും ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു സാധനം കിട്ടാണ്ടിരുന്നത്. അങ്ങനെ മെല്ലെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ഇനി റീക്ക് താങ്ങിൻ്റെ അനന്തർ ടോപ്പിലോട്ട് പോകണം. അങ്ങനെ താഴത്തോട്ട് വന്നു. ഞങ്ങളെല്ലാവരും പോയി കുറച്ചെത്തിയപ്പോൾ നമുക്ക് ഓൾറെഡി ക്യാബ് വേറൊരു സ്ഥലം വരെ കൂടി വരും. അവിടെ നിന്ന് വേണമെങ്കിൽ അവസാനിച്ച് ക്യാബിൽ പോകാമെന്ന് വിചാരിച്ചു. അവർ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും വന്നതല്ലേ, മുകളിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും മുകളിലോട്ട് അങ്ങനെ പോയി. കുറച്ചവിടെ എത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവരും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മുകളിലോട്ട് പോകുന്തോറും കാറ്റ് ഭയങ്കര ശക്തിയിലാണ് വീശുന്നുണ്ടായിരുന്നത്. നമ്മൾ തന്നെ പറന്നു പോകുമെന്നുള്ളൊരു സംശയം നമുക്ക് തോന്നും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് കാറ്റ് വീശുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഏതോ ഒരു മലയുടെ മുകളിൽ കുത്തിപ്പിടിച്ച് കയറുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ മിസ്സായി. അവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഫോൺ സൈലൻ്റ് അല്ലാത്തതുകൊണ്ടും മോറോവർ അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും ഫോൺ അടിച്ച് നോക്കിയപ്പോൾ കിട്ടി. താഴത്തോട്ട് വീഴാതെ ആ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോണും എടുത്ത് വീണ്ടും കുറച്ചുകൂടി മുകളിലോട്ട് പോയി. അങ്ങനെ ടോപ്പ് വരെ പോയി കുറച്ച് നേരം അവിടെ നിന്നു. ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, കാരണം കാറ്റിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടി വരുമായിരുന്നു. അങ്ങനെ അവിടെ വരെ പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത്. അവർ കയറിയിട്ടില്ല. ഞാൻ അതിൻ്റെ ടോപ്പ് വരെ പോയി തിരിച്ച് വന്നപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ വന്ന് ക്യാബിൽ താഴത്തെ എൻട്രൻസ് വരെ വന്നു. താഴെ തിരിച്ചു വന്നപ്പോൾ അവർ ഓൾറെഡി ക്യാബ് എടുത്തിട്ടാണ് ഐസോളിൽ നിന്ന് വന്നത്. അങ്ങനെ അവരുടെ കൂടെ ഒരു ലിഫ്റ്റും കിട്ടി നേരെ ഐസോളിലോട്ട് പോയി. ഞാൻ തിരിച്ചു പോകാൻ ഓൾറെഡി ഐസോളിലോട്ട് ഷെയർഡ് ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു. അത് ക്യാൻസൽ ചെയ്ത് ഇവരുടെ കൂടെയാണ് വന്നത്. ഏകദേശം ഒരു 9:30-10 ആയപ്പോഴത്തേന് ഐസോൾ തിരിച്ചെത്തി. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നമ്മുടെ വർക്കിലോട്ട് കടന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആയപ്പോൾ ഒരു കഫേയിൽ പോകാൻ വേണ്ടിയിട്ട് വെറുതെ പുറത്തോട്ട് ഇറങ്ങി. കഫേയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് കഫേ 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. വെറുതെ 150 രൂപ കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് വന്നു. തിരിച്ച് ഞാൻ നടന്നു പോയി. പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പിസയും വാങ്ങിച്ച് നേരെ റൂമിലെത്തി ഉറങ്ങിപ്പോയി.